തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. അതെന്താ മോളെ, കുഞ്ഞിനോട് മാത്രം കഴിക്കാൻ പറയുന്നത്? നീ എന്താ കഴിക്കാത്തത്? രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വേണം കഴിക്കാൻ. ഞാൻ വിളമ്പിത്തരാം. വാ 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 കുട്ടാ, തന്നെയല്ലേ വിളിച്ചത്? വാ വാ. ഇങ്ങനെയുണ്ടോ ഒരു ദേഷ്യം? എന്താ നില എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടുത്ത് കഴിച്ചു നോക്ക്. ശരി മുത്തശ്ശി. നീ എന്തിനാ മോളെ മടിച്ചു വെക്കുന്നേ? ഇത് നിന്റെ വീട് പോലെ തന്നെയാ. എടുത്ത് കഴിക്കും മോളെ. നില കഴിക്കേ കഴിക്കേ. നിങ്ങളാരും കഴിക്കുന്നില്ലേ? ആ, ഞാൻ എന്റെ വൈഫ് വന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. കഴിക്കും മോളെ, നിങ്ങളല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ്. കഴിക്കും മോളെ. ഭയങ്കര ട്രാഫിക് ആണല്ലോ. എന്റെ പേരക്കുട്ടിക്ക് ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കൊടുത്ത ആളല്ലേ. അതിന് മോളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. എന്തിനാണ് നീ ഇങ്ങനെ ചൂടാവുന്നേ? കാം ഡൗൺ, കാം ഡൗൺ. ആന്റി, ആ കബോർഡിനകത്തിരിക്കണ പാവ കണ്ടില്ലേ? അതെങ്ങനെയുണ്ട്? എന്റെ അച്ഛൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു തന്നതാ. ഓ, ബൊമ്മ നല്ല ക്യൂട്ടായിട്ട് നിന്നെ പോലെ ഉണ്ട്. താങ്ക് യു ആന്റി. നിങ്ങൾ നന്നായിട്ട് കഴിക്കണേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ വീട് മുഴുവനും കാണിച്ചു തരാം. ശരി, ഓക്കെ. നീയും കഴിക്ക് കവിൻ. നോ 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 നോ, സ്ട്രേറ്റ് ഡിന്നറാ. നിങ്ങൾ കഴിക്ക്. എന്താ മോളെ നീ നുള്ളിക്കൊണ്ടിരിക്കുന്നത്? നല്ലോണം മുറിച്ചങ്ങോട്ട് കഴിക്കേ. ഇനിയൊരു പക്ഷേ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നുള്ളി കഴിച്ചാൽ എങ്ങനെയാ? കൈ കൊണ്ട് നല്ലോണം എടുത്ത് വായി നിറച്ച് കഴിക്കേ. എന്തിനാ വിക്രം ടെൻഷൻ ആവുന്നത്? നിങ്ങളുടെ അമ്മ വീട്ടിൽ വെയിറ്റ് ചെയ്യല്ലേ? എല്ലാ സിഗ്നലിലും നമ്മുടെ കിടക്ക. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. വിക്രം, നീ ഇപ്പൊ എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിക്കാ. ഒന്ന് കൂളാവ്. അവരവിടെ വെയിറ്റ് ചെയ്തോളൂ. അതുകൊണ്ടല്ല പ്രീതി, അമ്മ അവരെ കുറെ കാലമായിട്ട് കാണണമെന്ന് വിചാരിച്ചല്ലേ. എന്നാ പിന്നെ ഇന്ന് കാണാന്ന് വിചാരിച്ചാൽ ഒടുക്കത്തെ ട്രാഫിക്കും. അവരെത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യാ? ഈ ട്രാഫിക് ഒന്ന് കിടക്കാനാ ടെൻഷൻ, വേറൊന്നുമില്ല. ശരി, ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ, വേറൊരു ദിവസം കണ്ടാ പോരെ? അതിന്റെ പേരിൽ ഇങ്ങനെ ബി.പി കൂട്ടേണ്ട കാര്യമില്ല. കണ്ടില്ലേ, അപ്പോഴേക്കും എന്നെ ബി.പി പേഷ്യന്റ് ആയിട്ട് മാറ്റിയല്ലേ. ശരി, വിട്. വഴക്കുണ്ടാക്കാതെ എന്തിനാ വെറുതെ? ഇങ്ങോട്ട് വാ ആന്റി. ഇതാ ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറി. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അല്ല, പൂജാ റൂമിൽ ഇത്ര വിളക്കുണ്ടായിട്ടും ഒരു വിളക്ക് പോലും തെളിയിച്ചിട്ടില്ലല്ലോ. എപ്പോഴും പൂജാ റൂമില് വിളക്ക് തെളിഞ്ഞു നിൽക്കണം. ആ, പറഞ്ഞത് ശരിയാ മോളെ. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ആർക്കെങ്കിലും ആ ബുദ്ധി തോന്നിയോ? എന്തായാലും നീ ഇവിടം വരെ വന്നില്ലേ, അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെ നീ വിളക്ക് കത്തിക്കേ. ചെന്ന് കത്തിച്ചിട്ട് വാ.